പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണിക്കൊപ്പം എൻ.ഡി.എയും പ്രചരണം ഊർജിതമാക്കുമ്പോൾ മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ. ഇടത് മുന്നണി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം നേതാവും നിലവിലെ എം.എൽ.എയുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മത്സരിക്കുമ്പോൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് സെബാസ്റ്റ്യൻ എം.ജെയും എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി നേതാവ് പി.സി ജോർജുമാണ് മത്സര രംഗത്തുള്ളത്. 2021 നിലവിലെ എം.എൽ.എ ആയിരുന്ന പി.സി ജോർജിനെ 16,817 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പൂഞ്ഞാർ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. ഇതോടൊപ്പം 1980 മുതൽ 1987, 1991 നിയമസഭാ കാലഘട്ടം ഒഴിച്ച് 2016 വരെയുള്ള കാലഘട്ടത്തിലെ പി.സി ജോർജിന്റെ തേരോട്ടം അവസാനിപ്പിച്ചാണ് പൂഞ്ഞാർ മണ്ഡലം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ കീഴടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പൂഞ്ഞാറിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും പുതിയതായി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ വിശദീകരിച്ചുമാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം ഊർജിതമാക്കുവാൻ കഴിഞ്ഞതും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും തനിക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് LDF സ്ഥാനാർത്ഥിക്കുള്ളത്. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി ഇപ്പോൾ മണ്ഡലം പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നു. അതേസമയം ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ എം.ജെയാണ് മത്സര രംഗത്തുള്ളത്. 10 വർഷം തലപ്പലം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള സെബാസ്റ്റ്യൻ എം.ജെ 3 പതിറ്റാണ്ടായി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയാണ്. ഈരാറ്റുപേട്ട, മുണ്ടക്കയം അടക്കമുള്ള മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള സെബാസ്റ്റ്യൻ എം.ജെ മണ്ഡലത്തിൽ ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരങ്ങൾക്ക് ഒപ്പം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് എണ്ണിപ്പറഞ്ഞാണ് UDF പ്രചരണം ഊർജിതമാക്കുന്നത്. UDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ എം.ജെയുടെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി മണ്ഡലം പര്യടനം പുരോഗമിക്കുകയാണ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ ടൂറിസം മേഖലയിലെ അനന്തസാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് ഒപ്പം പുതിയ നിരവധി വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ച് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന പ്രചരണമാണ് UDF നടത്തുന്നത്. 3 പതിറ്റാണ്ട് കാലം ഇടത് വലത് മുന്നണികളുടെയും സ്വതന്ത്രനായി നിന്ന് പൂഞ്ഞാർ ഭരിച്ച പി.സി ജോർജ് NDA സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മത്സരം കൊഴുക്കുകയാണ്. കേന്ദ്രം നടപ്പിലാക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനമാണ് പി.സി ജോർജ് നൽകുന്നത്. 2021 ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ മത്സരിച്ച പി.സി ജോർജ് 41,851 വോട്ട് നേടിയിരുന്നു. ഇത്തവണ ഈ വോട്ടിനൊപ്പം NDA മുന്നണിയുടെ വോട്ട് കൂടി ലഭിച്ചാൽ വിജയം ഉറപ്പാണെന്ന് NDA വൃത്തങ്ങൾ പറയുന്നു. പി.സി ജോർജിന്റെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി മണ്ഡലം പര്യടനം പുരോഗമിക്കുകയാണ്. വന അതിർത്തി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിനൊപ്പം മലയോര മേഖലയിലെ ജനങ്ങളുടെ പട്ടയ വിഷയവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.